ലോകം മുഴുവൻ ജനപ്രീതി നേടിയ മെസ്സേജിംഗ് ആപ്പ് ടെലിഗ്രാം ഇന്ത്യയിൽ നിരോധിക്കുമോ? ടെലിഗ്രാം സിഇഒയും കോ ഫൗണ്ടറുമായ പവേൽ ദുറോവിനെ കസ്റ്റഡിയിലെടുത്തതോടെ ഇതിന് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. ടെലിഗ്രാമിനെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങിയതായാണ് റിപ്പോർട്ട്. മെസ്സേജിംഗ് ആപ്പിനെതിരെ നിലനിൽക്കുന്ന ആരോപണങ്ങൾ തെളിഞ്ഞാൽ നിരോധനം വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. ലോകമെമ്പാടുമുള്ള 950 മില്യൺ ആളുകളാണ് ടെലിഗ്രാം ഉപയോഗിക്കുന്നത്. ഇന്ത്യയാണ് അതിൽ ഏറ്റവും മുന്നിൽ. 5 മില്യണിലധികം ആളുകൾ ഇന്ത്യയിൽ ടെലിഗ്രാം ഉപയോഗിക്കുന്നു. കഴിഞ്ഞയിടെ നടന്ന നീറ്റ് UGC പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ടെലിഗ്രാമും ഒരു തലത്തിൽ പ്രതിസ്ഥാനത്തായിരുന്നു. ടെലിഗ്രാം വഴി ചോദ്യപേപ്പറുകൾ വ്യാപകമായി പ്രചരിച്ചുവെന്ന് അന്വേഷണ വൃത്തങ്ങൾ പറഞ്ഞിരുന്നു. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിൽ ചൂതാട്ടം, പണം അപഹരിക്കൽ തുടങ്ങിയ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയാൽ ടെലിഗ്രാമിന് രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം പാരീസിൽ ടെലിഗ്രാം സിഇഒ പവേൽ ദുറോവ് അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇന്ത്യയിലും ടെലിഗ്രാം അന്വേഷണ ഏജൻസികളുടെ റഡാറിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇന്ത്യയിൽ ടെലിഗ്രാമിനെതിരെ അന്വേഷണം നടത്തുന്നത് ആഭ്യന്തര മന്ത്രാലയവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവുമാണ്. പണം അപഹരിക്കൽ, ചൂതാട്ടം തുടങ്ങി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ടെലിഗ്രാം ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ടെലിഗ്രാമിനെ നിരോധിക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ നിയമങ്ങൾക്ക് അനുസൃതമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവകാശപ്പെട്ട് നിരവധി നടപടികളും ടെലിഗ്രാം സ്വീകരിച്ചിട്ടുണ്ട്. കമ്പനി ഒരു നോഡൽ ഓഫീസറെയും ചീഫ് കംപ്ലയിൻസ് ഓഫീസറെയും നിയമിക്കുകയും പ്രതിമാസം റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഇന്ത്യയിൽ നേരിട്ടുള്ള സാന്നിധ്യമില്ലാത്തതിനാൽ ടെലിഗ്രാമുമായി ഇടപെടുന്നതിൽ സർക്കാരിന് ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ IT മന്ത്രാലയം ടെലിഗ്രാമിനും മറ്റ് സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് അയച്ചിരുന്നു. അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന സന്ദേശങ്ങൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു കേന്ദ്രത്തിന്റെ ഇടപെടൽ. കഴിഞ്ഞ ദിവസമാണ് ടെലിഗ്രാം സിഇഒ പവേലിനെ ഫ്രാൻസിൽ അധികൃതർ കസ്റ്റഡിയിലെടുത്തത്. ഇദ്ദേഹം പോലീസിന്റെ വലയിൽപ്പെട്ടതെന്തിന്? വടക്കൻ പാരീസിലെ ലേ ബോഷോ വിമാനത്താവളത്തിൽ നിന്നാണ് പവേലിനെ ഫ്രഞ്ച് അധികൃതർ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് എന്തിനെന്ന് ഇനിയും ഫ്രാൻസിൽ നിന്ന് വിവരങ്ങളില്ല. എന്നാൽ സാമ്പത്തിക തട്ടിപ്പ്, മയക്കുമരുന്ന് കടത്ത്, സൈബർ വേട്ട എന്നിവയുൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളിൽ പവേലിനെതിരെയുള്ള പരാതി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ടെലിഗ്രാമിന്റെ ഉള്ളടക്കത്തിനെതിരെ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം തടയാനുള്ള ഫ്രഞ്ച് ഏജൻസി ഓഫ്മയാണ് പരാതി നൽകിയത്. ടെലിഗ്രാം ഉപയോഗിച്ച് തടസ്സമില്ലാതെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു, ഇതെല്ലാം കമ്പനി നോക്കി നിൽക്കുകയാണെന്നും കണ്ടന്റ് മോഡറേഷന് മോഡറേറ്റർമാരില്ല എന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ടെലിഗ്രാമിൽ ആരെന്ത് ചെയ്താലും അതിൽ ആപ്പ് നിയന്ത്രണം വയ്ക്കില്ല. ഇതാണ് ടെലിഗ്രാം ആപ്പിന്റെ പോളിസി. അതിലുമുപരി സമ്പൂർണ്ണ പ്രൈവസി. ഇതാണ് ടെലിഗ്രാം വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ റഷ്യൻ-ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ ഉൾപ്പെടെ ടെലിഗ്രാം ഉപയോഗിച്ചുള്ള പ്രൊപ്പഗണ്ടകളും വ്യാജ പ്രചരണങ്ങളും നടന്നിരുന്നു. റഷ്യൻ ഭരണകൂടം ഇതിനെ എതിർക്കുകയും ഉക്രൈൻ ഉപയോക്താക്കളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകാനും ടെലിഗ്രാമിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഭരണകൂടത്തിന് വഴങ്ങില്ല എന്നതായിരുന്നു പവേലിന്റെ നിലപാട്. മുമ്പ് ഭീകരവാദ പ്രവർത്തനത്തിനും ടെലിഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, അതിനാൽ കണ്ടന്റിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും വ്യക്തിഗത വിവരങ്ങൾ കൈമാറണമെന്നും പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഭീകരവാദത്തെക്കാൾ സ്വകാര്യതയാണ് പ്രധാനം എന്ന് പവേൽ തുറന്നു പറഞ്ഞിരുന്നു. VK എന്ന റഷ്യൻ ആസ്ഥാനമായ സോഷ്യൽ മീഡിയ ആപ്പിന്റെ ഫൗണ്ടറായിരുന്നു പവേൽ. എന്നാൽ ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ 2014 റഷ്യക്കാരനായ പവേൽ രാജ്യം വിട്ടു. പിന്നീട് ദുബായിലേക്ക് പറിച്ചുനടാൻ. ടെലിഗ്രാമിന്റെ ആസ്ഥാനവും ദുബായ് തന്നെ. പേര് വിവരങ്ങൾ മറച്ചുവെക്കാനാവും, ഏത് കണ്ടന്റും പ്രചരിപ്പിക്കാം, 2 ലക്ഷം ആളുകളെ വരെ ചേർത്തുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കാം, എത്ര വലിയ ഫയൽസും അയക്കാം, സമ്പൂർണ്ണ സ്വകാര്യത. ഇതെല്ലാമാണ് കൂടുതൽ ആളുകളെ ടെലിഗ്രാമിലേക്ക് ആകർഷിച്ചത്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ ടെലിഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ മുമ്പേ പുറത്തു വന്നിരുന്നു. ഡാർക്ക് വെബിന്റെ മറ്റൊരു പതിപ്പായാണ് ടെലിഗ്രാമിനെ പലരും വിശേഷിപ്പിക്കാറ്.